കളരിപ്പയറ്റുമായി ചേർന്നു നിൽക്കുന്ന കേരളത്തിൻ്റെ ഒരു പരമ്പരാഗതമായ അപൂർവവുമായ ഒരു ചികിത്സാ രീതിയാണ് കളരി മർമ്മ ചികിത്സ. ഈ കർക്കിടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണിത്. ശരീരത്തിലെ സുപ്രധാന നാഡീകേന്ദ്രങ്ങളെയും മർമ്മങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഈ ചികിത്സാ രീതി നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശരീരത്തെ ഒന്ന് പുതുക്കിപ്പണിയാനും അടുത്തൊരു വർഷത്തേക്ക് നമ്മുടെ ശരീരത്തെ ആരോഗ്യപരമായി നിയന്ത്രിക്കാനും വേണ്ടിയാണ് ഈ ഒരു ചികിത്സാ രീതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ, പഞ്ഞമാസം എന്നാണ് ഈ കർക്കിടക മാസത്തെ അറിയപ്പെടുന്നത് തന്നെ. കളരി മർമ്മ ചികിത്സയെക്കുറിച്ചും കളരിപ്പയറ്റിനെക്കുറിച്ചും എല്ലാവർക്കും അറിയണമെന്നില്ല അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് രാമന്തളി ശ്രീദുർഗ കളരി സംഘത്തിലാണ്. ഈ യുവ കളരി ഗുരുക്കളിൽ ശ്രദ്ധേയനായ വൈശാഖ് ഗുരുക്കൾ ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കൂടുതൽ പരിചയപ്പെടാം. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. സാധാരണ ഇന്നത്തെ യുവാക്കളൊക്കെ പല മേഖലകളും തിരഞ്ഞെടുത്ത് പോകുന്നതാണ്, തൊഴിൽ മേഖലകളൊക്കെ. അപ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വരാൻ കാരണം? ആരുടെയെങ്കിലും പ്രചോദനം കൊണ്ടാണോ? ആരാണ് ഗുരുക്കൾ? ആരാണ് കളരിപ്പയറ്റ് രംഗത്തേക്ക് കടന്നു വരാൻ ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇളയച്ചനാണ്. പുള്ളി പ്രശസ്ത പാരമ്പര്യ വൈദ്യനും അതുപോലെ കളരി ആശാനുമാണ്. പേര് പയ്യന്നൂർ സുരേഷ് വൈദ്യർ. ചെറിയ പ്രായം മുതൽ തന്നെ അച്ഛൻ ആപ്പൻ്റെ കളരി അഭ്യാസ പ്രകടനമൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെറിയ പ്രായം മുതൽ ഇതിനോട് ഒരു ക്രേസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും പയ്യന്നൂർ ഭാഗത്ത് മാത്രമേ കളരികൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് നമ്മൾ കുന്നൂർ ഭാഗത്ത് ലക്ഷ്മണ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ ആദ്യമായിട്ടൊരു കളരി സംഘം വരുന്നത്. അവിടെ നിന്നാണ് ഞാൻ പഠിക്കുന്നത് ആദ്യം. പിന്നെ രാമന്തളി വി കൃഷ്ണൻ ഗുരുക്കൾ, അങ്ങനെ പല ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ കളരിപ്പയറ്റ് അഭ്യസിച്ചിട്ട് പഠിക്കുന്നുമുണ്ട്. അതിൽ മർമ്മ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുരുനാഥൻ എന്ന് പറയുന്നത് ഇളയച്ചൻ തന്നെയാണ്, പയ്യന്നൂർ സുരേഷ് വൈദ്യർ. ആപ്പൻ്റെ കൂടെ ഇന്ന് നിന്നിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. കൂടുതലും മർമ്മ ചികിത്സ, അതുപോലെ നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ കുറച്ച് ഗൂഢശാസ്ത്ര വിദ്യകൾ, അതുപോലെ മർമ്മപ്രയോഗങ്ങൾ, ഔഷധ നിർമ്മാണങ്ങൾ, അങ്ങനെ ഇപ്പോഴും കൂടെ നിന്ന് പഠിക്കുന്നുമുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ഈ മേഖല ഞാൻ എൻ്റെ ജീവിത മാർഗമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയതല്ല. പക്ഷേ ഇതിലേക്ക് കടന്നു. ബേസിക്കലി ഞാനൊരു ഡിപ്ലോമ ഇൻ ബിൽഡിംഗ് ആനിമേഷൻ കോഴ്സ് കഴിഞ്ഞ വ്യക്തിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രാഫ്റ്റ്മാൻ സിവിലിലെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതിൻ്റെ ഒരു സൈഡായിട്ട് കളരിപ്പയറ്റ് കൊണ്ടുപോയതാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കാൻ പറ്റി. അതുകൊണ്ട് ഇതിനോട് ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ ചെറിയൊരു രീതിയിലൊക്കെ ആൾക്കാർ സമീപിക്കുമ്പോൾ അത് ചെയ്ത് കൊടുത്തിട്ട് മാറുമ്പോൾ എനിക്കൊരു ഇതിനോട് കൂടുതൽ താല്പര്യം തോന്നി. എന്തുകൊണ്ട് നമ്മളൊരു ജീവിതമാർഗ്ഗമാക്കിക്കൂടാ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. കർക്കിടക മാസം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് മുതിർന്നവരൊക്കെ ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചൊരു മാസമായിരുന്നു. ബാക്കിയിലെ 11 മാസം പല പല ജോലികളായാലും ഈ ഒരു മാസം ശരീരത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നു. അത് വീടുകളിൽ തന്നെയായിരുന്നു പണ്ട്. എണ്ണ തേച്ചുള്ള കുളി, അതുപോലെ കർക്കിടക കഞ്ഞി കുടിക്കൽ, ഈ ലേഹ്യങ്ങൾ ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെ പല രീതികളിലായിരുന്നു അന്നത്തെ കർക്കിടക ചികിത്സ. പക്ഷേ ആ കാലം മുതൽ തന്നെ ഈ കളരികളിൽ കർക്കിടക ഉഴിച്ചിൽ ഉണ്ടായിരുന്നു. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്.
അത് ചവിട്ടി ഒഴിച്ചൽ, കൈ ഒഴിച്ചൽ, അതുപോലെ വിവിധതരം കിഴികൾ, മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഔഷധ പ്രയോഗങ്ങൾ, ഇതൊക്കെയാണ് കളരിയിൽ വരുന്ന കർക്കിടക കാലത്തെ കളരിമർമ്മ ചികിത്സ. കളരി ചികിത്സ മാത്രമല്ല, ഈ കർക്കിടക മാസത്തിൽ ഇതുപോലുള്ള പല ചികിത്സാ രീതികളുണ്ട്. അതൊക്കെ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ലൊരു സുഖം കിട്ടുന്നൊരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം. അത് ശരീരവേദനകൾ, മറ്റ് ഇപ്പോഴത്തെ നമ്മളെ ഭക്ഷണ രീതി, വ്യായാമക്കുറവ്, അങ്ങനെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ, ഇതൊക്കെ അതിനൊക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ പ്രയോജനപ്പെടുന്നുണ്ട്. കർക്കിടക മാസം പൊതുവേ നല്ല മഴ ലഭിക്കുന്നൊരു സമയമാണ്. നമ്മൾ പ്രകൃതിയും ഒക്കെ ഇതിന് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പണ്ട് കാലത്തെ. അത് കഴിഞ്ഞ് അടുത്ത ഒരു മാസം, ചിങ്ങമാസത്തെ വരവേറ്റുകൊണ്ട് ഒരു പുതുജീവൻ നൽകി പുതിയൊരു ശരീരത്തോടു കൂടി മുൻപോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ് ശരിക്കും പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ ഇത്. കളരി ചികിത്സ ഏറ്റവും ചുരുങ്ങിയത് 7 ദിവസമാണ് ചെയ്യൽ. 7, 14, 21. അത് ആദ്യം രോഗികളെ നോക്കി അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കിയ ശേഷം അത് എത്ര ദിവസം എന്ന് ചികിത്സ വേണ്ടെന്നുള്ളൊരു ചെയ്യൽ. ചികിത്സ ചെയ്യുമ്പോഴാണ് സാധാരണ അത് പറയാൽ നമ്മൾ പഥ്യം എന്ന് പറയും. ഇപ്പം 14 ദിവസം ചികിത്സ ചെയ്യുന്ന സമയത്ത് 14 ദിവസം പഥ്യത്തിലുണ്ടായിരിക്കണം. അവർ നോൺ വെജ് ഒന്നും കഴിക്കാതെ പച്ചക്കറികളും, പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിലൊക്കെ പത്തിലക്കറികൾ എന്നൊക്കെ പറയും, അതൊക്കെ കഴിച്ച് കർക്കിടക കഞ്ഞി, ആ രീതിയിലായിരുന്നു ഭക്ഷണ രീതി ഉണ്ടാവുക. അതിനുശേഷം എത്ര ദിവസമാണോ നമ്മൾ ചികിത്സ ചെയ്തതിന് അത്രയും ദിവസം നല്ലിരിക്കാന്ന് പറയും. ഈ 14 ദിവസം നമ്മൾ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസം അവർ സ്വയം ഈ എണ്ണ നമ്മൾ ഇവിടുന്ന് ഒഴിഞ്ഞ എണ്ണ അവർക്ക് കൊടുത്തു വിടും. ആ എണ്ണ തേച്ചിട്ട് സ്വയം എണ്ണ തേച്ച് കുളിക്കുന്നൊരു രീതിയുണ്ട്. അപ്പോൾ 14 ദിവസം ചികിത്സ നമ്മൾ ചെയ്യും, 14 ദിവസം സ്വയം എണ്ണ തേച്ച് കുളി. അങ്ങനെ 14, 28 ദിവസം, അതല്ലെങ്കിൽ ഒരു മാസത്തോളം തന്നെയാണ് ഈ കർക്കിടക മാസത്തിൻ്റെ ഒരു കാലയളവ്, ചികിത്സാ കാലയളവ് എന്ന് പറയുന്നത്. കളരി ചികിത്സ മാത്രമല്ല, ആയുർവേദപരമായിട്ടുള്ള ചികിത്സകളൊക്കെ ഈ സമയത്ത് കൂടുതലായി ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ തെയ്യം കലാകാരന്മാർ, അതുപോലെ പിന്നെ നമ്മുടെ തിടമ്പ് നൃത്തം ചെയ്യുന്ന കലാകാരന്മാർ, മറ്റുള്ള കഥകളി ആർട്ടിസ്റ്റുമാർ, അതുപോലെ സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ, ഇവർക്കൊക്കെ ശരീരം ഒരു പുതുജീവൻ കൊടുക്കുന്ന ഒരു സമയം തന്നെയാണ് കർക്കിടക മാസം. ഈ പറഞ്ഞ രീതിയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ കളരി ചികിത്സയ്ക്ക് വരാറുണ്ട്. അതിലേറ്റവും കൂടുതൽ തെയ്യക്കാർ തന്നെയാണ്. അപ്പോൾ അവരൊരു വർഷം തെയ്യം കെട്ടി, അവരുടെ കെട്ടുകളാണ് കൂടുതൽ. കഴുത്തിൻ്റെ ഭാഗത്തായിരിക്കും, അരക്കെട്ടിൻ്റെ ഭാഗത്തൊക്കെ കെട്ട് മുറുകിയിട്ട് അവർക്ക് ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രശ്നങ്ങളും അതുപോലെ നാഡീഞരമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒഴിച്ചിലുകൾ അവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് അടുത്ത വർഷത്തെ തുലാം 10 ആവുമ്പോഴേക്കും ഒരു ശരീരം ഒന്ന് നല്ല രീതിയിലേക്ക് മാറ്റം വന്ന് പുതിയൊരു ശരീരമാക്കി മാറ്റിയെടുക്കാൻ ഒരു രീതിയാണ് നമ്മളൊരു കർക്കിടക മാസത്തിലെ ഒരു കളരി ചികിത്സ. അതുകൊണ്ടാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെ സമീപിക്കുന്നത്. ശരിക്കും ഇത് നമ്മുടെ എത്രയോ വർഷം മുമ്പേ തന്നെ പൂർവികന്മാരായിട്ട് ചെയ്തു വന്ന നമ്മുടെ പരമ്പരയായിട്ട് കിട്ടിയ ഒരു വിദ്യയാണ്. ഇത് ശരിക്കും നമ്മുടെ പ്രാക്ടിക്കൽ തന്നെയാണ്. ഈ ചികിത്സക്ക് ഏറ്റവും കൂടുതൽ ചെയ്ത് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ആ ചെയ്ത് വരുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചികിത്സിച്ചിട്ട് ആൾക്കാരെ മാറ്റം വരുന്നത്. അതുപോലെ ഗുരുവിൻ്റെ കീഴിൽ നിന്നിട്ടില്ല ഗുരുകുല സമ്പ്രദായ രീതിയിൽ തന്നെയാണ് നമ്മൾ ചികിത്സ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ മരുന്നുകളായാലും അതുപോലെ എണ്ണ ഉണ്ടാക്കുന്ന രീതികളായാലും ഉഴിയുന്ന രീതിയായാലും എല്ലാം ഗുരുവിൻ്റെ കീഴിൽ നിന്ന് ഗുരു പറഞ്ഞതനുസരിച്ചിട്ട് തന്നെ ഇതുവരെ ചെയ്തു വന്നത്. ഇതുവരെ ചെയ്തതൊക്കെ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. മരുന്നുകൾ നമ്മൾ പൊതുവേ നമ്മൾ ഈ നാട് എന്ന് പറയുന്ന രാമന്തളി എന്ന് പറയുന്നൊരു നാടാണ്. അപ്പം മലയായാലും പുഴകളായാലും കടൽക്കരയായാലും ഒക്കെ നമുക്ക് എല്ലാ തരത്തിലുള്ള മെഡിസിൻസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പോയിട്ട് പറിക്കാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഈ ഒരു മാസം ഒഴിയേണ്ട എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചമരുന്നുകളായാലും മറ്റുള്ള മരുന്നുകളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ കളരിയിലെ ശിഷ്യന്മാരടക്കം എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ തൈലം ഉണ്ടാക്കുന്നത് ഒഴിച്ചലിനുള്ള. പൊതുവേ ഈ ഒരു മാസം പച്ചക്കറി എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുക. അപ്പോൾ ബാക്കി എല്ലാ മാസവും പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ, പൊതുവേ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു ലൈഫാണ് ഇന്ന് പൊതുവെ കണ്ടുവരുന്നത്. അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പുതുജീവൻ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു കർക്കിടക മാസമെങ്കിലും ഒരു മാസക്കാലം നമ്മൾ നമ്മുടെ പാരമ്പര്യമായിട്ട് പൂർവികന്മാർ കൊണ്ടു നടന്ന ഒരു ഭക്ഷണ രീതിയിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. ശരിക്കും കളരി പഠിക്കുന്ന കുട്ടികൾക്കടക്കം ചെയ്യുന്നുണ്ട്. അവരുടെ മെയ് വഴക്കം നോക്കിയിട്ട് മെയ് വഴക്കത്തിനനുസരിച്ചിട്ടുള്ള കളരി ചികിത്സ ചെയ്യുന്നുണ്ട്. അത് ഒഴിച്ചൽ രീതി തന്നെയാണ്. അതിനുശേഷം പിന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നോക്കി അവർ വന്നതിന് ശേഷമാണ് എന്താ ബുദ്ധിമുട്ട് അതിനനുസരിച്ചിട്ട് ചികിത്സക്ക് മാറ്റം വരുത്താറുണ്ട്. ചികിത്സാ രീതിക്ക് പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർക്കിടക മാസമാണ്, അതുപോലെ രാമായണ മാസമാണ്. പൊതുവേ ഈ രാമായണ മാസത്തിൽ ശ്രീരാമൻ്റെ കഥകൾ പാടി നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒന്ന് കുളിർമ നടന്നുന്ന ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സമയം. അപ്പോൾ അതിൽ രാമായണ കഥയിലെ ഒരു പ്രധാന വില്ലൻ കഥാപാത്രമാണ് രാവണൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും രാവണൻ എന്ന് പറയുന്ന വ്യക്തി ക്രൂര സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ നമ്മളെ കളരി ചികിത്സയിൽ അല്ലെങ്കിൽ കളരി ഗുരുക്കന്മാരിൽ പലരും മറ്റ് ദേവീദേവന്മാരെ ഉപാസിക്കുന്നത് പോലെ രാവണനെ ഉപാസിക്കുന്നുണ്ട്. അത്തരത്തിൽ രാവണ യോഗങ്ങളുണ്ട്. രാവണ യോഗത്തിൽപ്പെട്ട പല മരുന്നുകളും ഞങ്ങളിവിടെ കളരിയിൽ വെച്ച് ഉണ്ടാക്കാറുണ്ട്. അത് ശിവൻ്റെ ഒരു പ്രധാന ഭക്തനാണ് രാവണൻ, അതുപോലെ മഹാവൈദ്യനാണ് രാവണൻ. അപ്പോൾ ശിവൻ പല യോഗങ്ങൾ രാവണന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് പിന്നീട് രാവണ യോഗമായിട്ട് മാറിയത്. അത് ഇന്നും നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടിയ ഗുരുനാഥൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഗുരുനാഥൻ്റെ അറിവോടും സമ്മതത്തോടു കൂടി ഇന്നും ഇത് കളരിയിൽ ചെയ്തു വരുന്നുണ്ട്. അത് മറ്റ് ചികിത്സകളെ അപേക്ഷിച്ചിട്ട് നല്ല ഒരു മാറ്റം രോഗികൾ കണ്ടുവരുന്നുണ്ട്. എൻ്റെ മർമ്മ ചികിത്സയിൽ എൻ്റെ പ്രധാന ഗുരുനാഥൻ എന്ന് പറയുന്നത് എൻ്റെ ഇളയച്ചനാണ്, പയ്യന്നൂർ സുരേഷ് വൈദ്യർ. അദ്ദേഹം തന്നെയാണ് എൻ്റെ കളരിമർമ്മ ചികിത്സയിൽ പ്രധാന ഗുരുനാഥനായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും പഠിച്ചു വരുന്നതും അതുപോലെ രോഗികളെ പരിശോധിക്കുന്നതും ചികിത്സ ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ചികിത്സ കളരിയുടെ ഒരു ഭാഗം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അത് കളരി പഠിക്കുന്ന സമയത്ത് തന്നെ ഗുരുക്കന്മാരുടെ കൂടെ നിന്നിട്ട് പല ഔഷധ സസ്യങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ തൈലങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കൂടെ നിന്ന് ചെയ്യുകയും അതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ചെറിയ പ്രായം മുതൽ ഇപ്പം എൻ്റെ കൂടെയുള്ള കുട്ടികളായാലും എല്ലാവരും അത് ഔഷധ സസ്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ പുതുതലമുറക്ക് പല കാര്യങ്ങളും അങ്ങനെ അറിവില്ല. അത് നമ്മളിപ്പോൾ കളരിയിൽ വരുന്ന കുട്ടികൾക്ക് ഞങ്ങളൊക്കെ ഇവിടെ കളരിൻ്റെ മുമ്പിൽ തന്നെ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്, അതൊക്കെ ഇന്നതാണ്, ഇന്നതിന് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ ഈ ഒരു പ്രായത്തിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവരും കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു ചികിത്സ ചെയ്യാനൊരു പ്രാപ്തനാക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇത് ചെറിയ പ്രായം മുതലേ ഇത് പഠിച്ചു വന്നതാണെന്നുള്ളൊരു ബോധം ഉണ്ടാവും. ശരിക്കും കളരി മുമ്പ് 4 വയസ്സ് 5 വയസ്സ് മുതലൊക്കെ പഠിക്കുന്നുണ്ട് എല്ലാവരും. ഇപ്പോഴും ആ ഒരു പ്രായം തന്നെയാണ് ഉള്ളത്. അതിനൊരു പ്രായപരിധിയില്ല, ഒരു മനസ്സിൻ്റെ പ്രായമാണ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു പ്രായമല്ല അത്. കാല് ചേർത്ത് പിരിച്ച് മുട്ട് തൊട്ട് മൊയ്പ്പ് തൊട്ട് കൈനീട്ടി തൊഴുത് മടക്കേറ്റി കഴിച്ച് മുട്ട് തൊട്ട് മൊയ്പ്പ് തൊട്ട് കൈനീട്ടി തൊഴുത് കൈ വന്ദിച്ച്
വലത് നേരെ, ഇടത് നേരെ, വലത് നേരെ, ഇടത് നേരെ, വലത് നേരെ, ഇടത് നേരെ, വലത് നേരെ തിരിഞ്ഞു, വലത് നേരെ ഇരുത്തി, സ്പീഡ് നിവർന്നു, ഇടത് നേരെ ഇരുത്തി, നിവർന്നു, വലത് നേരെ ഇരുത്തി, നിവർന്നു, ഇടത് നേരെ ഇരുത്തി, നിവർന്നു, വലത് നേരെ മുമ്പിൽ വെച്ച് തിരിഞ്ഞു, നിവർന്നു. ഒരു കളരിപ്പയറ്റ് പ്രദർശനം എന്ന രീതിയിൽ അവതരിപ്പിക്കാറുണ്ടോ? എങ്ങനെയാണ് ഒരു അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടോ അങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള? നമ്മളിപ്പോൾ ഒരു 7 വർഷമായിട്ട് ഈ ശ്രീദുർഗ കളരി സംഘം എന്ന് പറയുന്ന ഈ സ്ഥാപനം നടത്തി വരുന്നുണ്ട്. ഈ ഒരു 7 വർഷത്തിനിടയിൽ കേരളത്തിനകത്തും പുറത്തും അതുപോലെ ദുബായിലടക്കം നിരവധി വേദികളിൽ നമ്മൾ പ്രദർശനം ചെയ്തിട്ടുണ്ട്. നാട്ടിൽ തന്നെ ഏകദേശം അടുത്ത് വന്ന പെരുങ്കളിയാട്ടങ്ങളിലൊക്കെ നമ്മളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അതിപ്പം പ്രദർശന പരിപാടിയാവുമ്പം ഇതിൻ്റെ തനിമ നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മുടെ പയ്യന്നൂർ ഭാഗത്ത് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയുണ്ട് കളരിപ്പയറ്റിൽ. വട്ടയം തിരിപ്പ് സമ്പ്രദായം എന്ന് പറയും. വട്ടയം തിരിപ്പ് സമ്പ്രദായം ഇതിൽ കൂടുതൽ മലക്കങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നത്. നല്ല ഷോ ഐറ്റംസ് ആണ് കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഷോ ഐറ്റംസും നമ്മളെ ഇതിൽ വരുന്ന ആയുധങ്ങൾ, വാളും പരിച, ഉറുമി, മറ്റുള്ള വടിപ്രയോഗങ്ങൾ, അത്യാവശ്യം ഫയർ ഷോ, ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് 1 മണിക്കൂറൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സൗത്ത് സോൺ, നോർത്ത് സോൺ കൾച്ചർ സെൻറ്ററിൻ്റെ പ്രോഗ്രാംസ്, ഇന്ത്യൻ നേവൽ അക്കാദമി, ഹിമാചൽ പ്രദേശ്, അതുപോലെ ഡൽഹി, ഗോവ, പല സ്ഥലങ്ങളിൽ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഇത് ജനങ്ങൾ സ്വീകരിക്കുന്നത്? എത്രത്തോളമാണ്? കാരണം പല സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും കണ്ണൂർ ജില്ലയിൽ കുറച്ച് കൂടുതൽ പ്രാധാന്യം കളരിക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ജനപിന്തുണയൊക്കെ, എങ്ങനെ സ്വീകരിക്കുന്നു ആൾക്കാർ അത്? ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് ഈ കളരിപ്പയറ്റ് പ്രദർശനം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാകാറില്ല. പക്ഷെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശരിക്കും നല്ല അവിടുത്തെ കമ്മിറ്റിക്കാരായാലും മറ്റ് കാണികളായാലും വന്നിട്ട് അവർ നമ്മൾ അഭിപ്രായം പറയുന്നതായിരിക്കും വളരെ സന്തോഷമുണ്ട്. അതായത് എല്ലാ സ്ഥലത്തും നമുക്ക് ഒരുപോലെ ഇത് പെർഫോമൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ആ ഒരു സമയത്തെ കാണികളുടെ പ്രോത്സാഹനം, ആ സമയത്തൊരു മൂഡ് അനുസരിച്ചിട്ട് പയറ്റുകളാണ്, ആയുധങ്ങളാണ്, അപ്പോൾ മുറികൾ സംഭവിച്ചിട്ടുണ്ട്, ഒടിവുകൾ സംഭവിച്ചിട്ടുണ്ട്, അതെന്തായാലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ ഒരു സ്ഥല പരിമിതി അതുപോലെ കാണികളുടെ സപ്പോർട്ട് അനുസരിച്ച് നമുക്ക് പരമാവധി വിജയിപ്പിക്കാൻ പറ്റാറുണ്ട്. മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഈ ഒരു കളരിപ്പയറ്റ് പഠിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഈ ചെറുപ്പം മുതലേ ആ ഒരു മെയ്വഴക്കവും കാര്യങ്ങളും ഒക്കെ വരുന്നത് അതെങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്? ശരിക്കും കളരിയിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 5 വയസ്സ് അല്ല 4.5 വയസ്സ് 5 വയസ്സ് മുതൽ കളരിയിലേക്ക് വരുമ്പം തന്നെ നമ്മൾ മറ്റുള്ള മാർഷൽ ആർട്സ് പോലെയല്ല. കളരിപ്പയറ്റിൽ ശരീരത്തിൽ എള്ളെണ്ണ തേക്കും. ശരീരത്തിൽ എള്ളെണ്ണ തേച്ചിട്ട് പിന്നെ ആൺകുട്ടികളാണെങ്കിൽ ലങ്കോട്ടി കെട്ടും. ലങ്കോട്ടി കെട്ടിയിട്ട് എള്ളെണ്ണ തേച്ചിട്ടാണ് കളരിപ്പയറ്റ് ഇത് പരിശീലിക്കൽ. ഈ കളരിയുടെ നിലം കണ്ടു ഞങ്ങൾക്ക് മനസ്സിലാവും, മണ്ണാണ്. അത് ഒരു കളരി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കളരിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പഞ്ചഭൂതത്തിൽ ലയിച്ചിട്ട് കളരി പഠിക്കണം എന്നാണ് പറയാം. അതിപ്പോൾ കളരിയിലേക്ക് ഇറങ്ങി, ഇപ്പോൾ നിങ്ങൾ കണ്ടു ഭൂമി തൊട്ട് വന്ദിച്ചു, നേരെ ഇവിടെ വിളക്ക് തൊട്ട് അഗ്നിയായി, അതുപോലെ ജലം, ഈ ശരീരം വേർത്തിട്ട് ജലമായി, ആകാശം, കാറ്റ്, ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ പൂർവികന്മാർ പറഞ്ഞ അല്ലെങ്കിൽ ഗുരുക്കന്മാർ പറഞ്ഞൊരു അറിവാണ്. പഞ്ചഭൂതങ്ങളിൽ ലയിച്ചിട്ട് വേണം ഒരു കളരി വിദ്യാർത്ഥി മാറണം, അല്ലെങ്കിൽ അതിലേക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഇതാണ്. ഒരു ക്രൂര സ്വഭാവമായിട്ട് അല്ലെങ്കിൽ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യമല്ല ശരിക്കും പറഞ്ഞാൽ കളരി പഠനം. അത് പണ്ട് കാലങ്ങൾക്ക് സ്വയം രക്ഷ അതുപോലെ യുദ്ധം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടായതെങ്കിലും ഇപ്പം നമ്മുടെ ശരീര സംരക്ഷണം, അതുപോലെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഈ സമയത്ത് കാണാറുണ്ടല്ലോ പല ബുദ്ധിമുട്ടുകളും, നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ നിന്നൊക്കെ സ്വയം രക്ഷ നേടി അവരുടെ ജീവൻ്റെ സംരക്ഷണം നടത്തുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പം കളരി പഠിപ്പിക്കുന്നത്. ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ പണ്ട് കാലത്തൊന്നും സ്ത്രീകൾ അധികം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാറില്ല. ഇപ്പോഴാണ് സ്ത്രീകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ തുടങ്ങിയത്. അപ്പോൾ അവരുടെ ആ ഒരു ശരീരഘടന ഈ ഒരു കളരിക്ക് പ്രശ്നമാകുമോ? അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? ശരിക്കും ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികളൊക്കെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പ്രത്യേകിച്ച് പെൺകുട്ടികൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു മാസത്തിൽ ചെറിയ ദിവസങ്ങളിൽ മാത്രം ഒഴികെ വരാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാ സമയത്തും വന്ന് ചെയ്യാറുണ്ട്, നല്ല മെയ്വഴക്കത്തോടെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ പൊന്നിയത്തങ്കം എന്ന് പറയുന്ന അതുപോലെയുള്ള പ്രദർശന വേദികളിൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികളെക്കാട്ടും കൂടുതൽ ഫാൻസ് വരെയുള്ളത് ഇപ്പോൾ പെൺകുട്ടികൾക്കാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഈ രംഗത്തേക്ക് പല കുട്ടികളും കടന്നു വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല തന്നെയാണ്. ഇപ്പോൾ പെൺകുട്ടികളുടെ ഒരു സ്വയം രക്ഷക്കും കൂടി കളരി മാത്രമല്ല, കളരിമാലയിലെ എല്ലാ ആയോധന കലകളും നല്ലതാണ് പഠിക്കുന്നത്.
ഈ ഒരു ശ്രീദുർഗ കളരി സംഘത്തിന് വേറെ എവിടെയെങ്കിലും ബ്രാഞ്ച് ഉണ്ടോ? നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 7 വർഷമായി കളരി തുടങ്ങിയിട്ട് ഈ 7 വർഷത്തിനിടയിൽ ആലപ്പടമ്പ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം അതുപോലെ ചൂരൽ എന്ന് പറഞ്ഞ 2 സ്ഥലത്ത് ഒരു 3 വർഷത്തോളം കളരി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ നേവൽ അക്കാദമി, അതുപോലെ ഒളവറ, പിന്നെ ഏഴം, കണ്ണം, അഞ്ചിങ്ങൽ അയ്യപ്പ പരദേവതാ ക്ഷേത്രത്തിൻ്റെ കീഴിൽ അങ്ങനെ ഇത്രയും സ്ഥലത്താണ് ഇപ്പം നമ്മൾ കളരിയുടെ ബ്രാഞ്ചസ് ആയിട്ടുള്ളത്. ഈ ഒരു ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ്? നല്ലൊരു സൗഹൃദം ഉണ്ടെങ്കിൽ മാത്രമേ നന്നായി പഠിപ്പിക്കാൻ പറ്റൂ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഗുരു ശിഷ്യന്മാർ എന്ന ആ ഒരു ബന്ധം എങ്ങനെയാണ്? ശരിക്കും ഈ കളരി പഠനം ഒരു ഗുരുകുല സമ്പ്രദായം തന്നെയാണ്. ആ ഗുരുവിനെ ഒരു ബഹുമാനം, ഗുരുവിന് സ്നേഹം, കാലത്തൊട്ട് വന്നിട്ട് അതൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ തലമുറയിൽ വന്ന മാറ്റത്തിനനുസരിച്ചിട്ട് ഗുരുക്കന്മാരായ നമ്മളും മാറിയിട്ടുണ്ട്. ശരിക്കും ഒരു കയ്യിൽ വിദ്യയും മറ്റൊരു കയ്യിൽ കുട്ടികളുടെ മനസ്സും വേണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ 2 കയ്യിലും കുട്ടികളുടെ മനസ്സ് വെച്ചിട്ട് അവരിൽ ഒരാളായി മാറിക്കൊണ്ടാണ് നമ്മളിപ്പം കളരി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതുതലമുറയ്ക്ക് ഈ ഒരു കളരിയിലൂടെ കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇന്നത്തെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള പത്രമാധ്യമങ്ങളൊക്കെ കാണുന്നത് പോലെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഇതാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നതൊക്കെ രീതി ഇപ്പം വന്നു വരുന്നുണ്ട്. അപ്പോൾ പുതുതലമുറയാണ് അത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെടാതെ, ലഹരിക്കെതിരെ കളരി എന്ന് പറയുന്നൊരു മുദ്രാവാക്യമാണ് നമ്മളെവിടെ പ്രദർശനത്തിൽ പോയി കഴിഞ്ഞാലും നമ്മളവിടെയൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ഒരു വാചകമാണത്, ലഹരിക്കെതിരെ കളരി. അപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് നമ്മളെ ഭാവി തലമുറ, നമ്മളെ രാജ്യത്തിനെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ ഇവരൊക്കെയാണ് ഇനി നമ്മളെ എന്താ പറയുക, എങ്ങനെയാണ് ഇവരെ കൂടെ പഠിക്കുന്നവരെയും അതുപോലെ വീട്ടിലെ അതുപോലെ നാട്ടുകാരെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ഭാവി തലമുറയാണ്. ഒരു സ്വയം സംരക്ഷണത്തിനൊപ്പം ബാക്കിയുള്ളവരെ കൂടെ തീർച്ചയായും കളരി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. സ്വയം സംരക്ഷണം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുക, നാട് സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ലക്ഷ്യമാകുന്നത്. പൊതുവെ സാധാരണക്കാർക്ക് ഈ കളരിയെ കുറിച്ച് അറിയാത്തവർക്ക് പ്രത്യേകിച്ച് സിനിമകളിലൂടെയൊക്കെ കണ്ടിട്ട് ഈ ബാൾപ്പയറ്റ് മാത്രമാണ് അറിയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് പയറ്റുകൾ ഏതൊക്കെയാണ്? കളരിപ്പയറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. ആദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന പല ആൾക്കാരും എപ്പോഴാണ് വാളും പരിചയം എടുക്കുക എന്നില്ല. അതുപോലെ വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം ആവശ്യപ്പെടുന്നതും ഇത് പഠിക്കാനാണ്. എന്നാൽ കളരിക്ക് കളരിയുടേതായിട്ടൊരു രീതിയുണ്ട്, നമ്മളിവിടെയും ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതൊരു മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറുങ്കൈ മർമ്മ ചികിത്സ, അങ്ങനെ ഒരു 4 വിഭാഗ രീതികളിലായിട്ടാണ് കളരി പോകുന്നത്. ആദ്യത്തെ ഒരു 3 വർഷം മെയ്ത്താരി, ശരീരമായിട്ട് ബന്ധപ്പെട്ട അഭ്യാസ പ്രകടനങ്ങളും അതുപോലെ കാൽപ്രയോഗങ്ങൾ, മെയ്പ്പയറ്റ്. അതിനുശേഷം കോൽത്ത്, ഇവിടെ കാണാൻ പറ്റും ചൂരൽ വടികൾ, കുറുവടി, ഗദ, അങ്ങനത്തെ എല്ലാ ആയുധങ്ങൾ വരും. പിന്നെ അങ്കത്താരി എന്ന് പറയും, ആയുധങ്ങൾ, വാള്, പരിച, ഉറുമി, പിന്നെ കുന്തം, കടാര, ഇത്തരത്തിലുള്ള മഴു എന്നൊക്കെ പറഞ്ഞിട്ട് ആയുധങ്ങൾ. പിന്നെ വരുന്നതാണ് വെറുങ്കൈ മർമ്മ ചികിത്സ, ഈ ലോക്ക് സിസ്റ്റമൊക്കെ വരും. ആ സമയത്താണ് ഗുരുക്കന്മാരുടെ കൂടെ നിന്നിട്ട് കൂടുതൽ മർമ്മ സ്ഥാനങ്ങളൊക്കെ പഠിക്കൽ, ശരീരത്തിലെ മർമ്മസ്ഥാനങ്ങളൊക്കെ പഠിച്ചിട്ട് ആ സമയത്ത് മർമ്മ ചികിത്സകൾ മനസ്സിലാക്കും. കളരി പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും വീഴ്ചകൾ, തട്ടുമുട്ട്, അതുപോലെ ഒടിവ് ചതവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ ശരിയാക്കുന്ന ഒരു കളരിയിൽ അടങ്ങൽ എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്, അടങ്ങൽ രീതി എന്ന് പറയുന്നതിന്. അതൊക്കെ ഈ കളരി ഗുരുക്കന്മാരുടെ കൂടെ നിന്നിട്ട് തന്നെ പഠിക്കണം. അത് അവസാന സ്റ്റേജാണ്. ഈ ഒരു മർമ്മ ചികിത്സ ശിഷ്യന്മാരും പഠിക്കാൻ വരുമ്പോൾ അവർക്ക് അതിൻ്റെതായ പച്ചമരുന്നുകളും കാര്യങ്ങളും ഒക്കെ അതെങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുക? ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ലല്ലോ. അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യമാണത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മുടെ നാട്ടിൽ പല മരുന്നുകൾ ഇന്ന് സുലഭമായി കിട്ടാനില്ല. എന്നാൽ ഇല്ലത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളെ കളരിക്ക് ചുറ്റുവട്ടത്ത് തന്നെ പല ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ നമ്മൾ ഈ ചികിത്സക്ക് ആവശ്യമായ തൈലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കുറച്ചുകൊണ്ട് ഇവരെ തന്നെ ഏൽപ്പിക്കും. നമ്മളത് ഇന്ന മരുന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു മരുന്ന് അവർക്ക് ആദ്യം കാണിച്ചു കൊടുത്തിട്ട് അതുപോലെ പറിച്ചു കൊണ്ടുവരണം എന്ന് പറയും. പിന്നെ കിഴികൾക്ക് ആവശ്യമായ മരുന്ന് ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അവരെ കൊണ്ട് തന്നെ അത് റെഡിയാക്കി ഈ പ്രായത്തിൽ തന്നെ അവരെ ഒരു എന്താ പറയുക, ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാനുള്ളൊരു ഇതും കൂടി ഉണ്ട് ഇവിടെ. പല ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിലൊക്കെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ സ്ഥാപനം കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ അണ്ടറിലാണ് വരുന്ന, കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ അതിൻ്റെ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്. പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മത്സരത്തിലൊക്കെ നാഷണൽ ചാമ്പ്യൻഷിപ്പിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. ബന്ധിച്ചു വല നേരെ സൂചി, നീ പറഞ്ഞു ഇട നേരെ സൂചി, ശരീരം നിവർന്നിട്ട്, ശരീരം നിവരട്ടു, നീ പറഞ്ഞു
വലത് നേരെ സൂചി, നിവർന്നു, ഇടത് നേരെ സൂചി, നിവർന്നു, വലത് നേരെ മുമ്പിൽ വെച്ചു, തിരിഞ്ഞവിട്ട് വലിഞ്ഞമർന്നു, കാൽ ചേർത്ത് പിരിച്ചു, കൈമാറടക്കി, ഗജവടി വിലമറന്നു, വലത് കയറി കുത്തി അശ്വവടി വിലന്നു, ഇടത് കയറി സിംഹത്തഞ്ചം നോക്കി, വലത് കയറി മത്സ്യവടി വിലമറന്നു, കയറി സർപ്പവടി വില നോക്കി, താഴ്ചയിലമർന്ന് തിരിഞ്ഞ് സർപ്പവടി വില നോക്കി, കയറി വരാഹവടി വിലമറന്നു, കൈമാറടക്കി വലത് കയറി ഇടത്തെടുത്ത് കുക്കുടവടി വീണു, തിരിഞ്ഞു തുള്ളി 18 മാർജാനോടി വീണു, മുട്ടുതൊട്ട്, മുയിപ്പ് തൊട്ട്, കൈ നീട്ടി തൊഴുത്, മടക്കേറ്റി കഴിച്ചു, മുട്ടുതൊട്ട്, മുയിപ്പ് തൊട്ട്, കൈ നീട്ടി തൊഴുത്, മടക്കേറ്റി കഴിച്ചു, മുട്ടുതൊട്ട്, മുയിപ്പ് തൊട്ട്, കൈ നീട്ടി തൊഴുത്, മടക്കേറ്റി കഴിച്ചു, വല പുറതച്ചു, കുമ്പിട്ട് നിവർന്ന്, വലത് കയറി തൊട്ട് വന്നിച്ചു, തൊഴുത് പിടിച്ച് കുമ്പിട്ടു. കളരിമർമ്മ ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടത്ര അറിവില്ല എന്ന് തന്നെ വേണം പറയാനല്ലേ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ശ്രീദുർഗ കളരി സംഘത്തിൽ എത്തിച്ചേരാവുന്നതാണ്. രാമന്തളിയാണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ വൈശാഖ് ഗുരുക്കൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.